ഹരേ കൃഷ്ണ. ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ 16 ദശകങ്ങൾ അതിൻ്റെ അർത്ഥവിചാരം ചെയ്യാനൊന്ന് ശ്രമിച്ചു. അത് ഇനി സമ്പൂർണ്ണ പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാനുള്ള സമയമാണ്. നമുക്ക് 16-ാമത്തെ ദശകമൊന്ന് പാരായണം ചെയ്ത് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. ഹരേ കൃഷ്ണ. ദശകം 16 നരനാരായണ അവതാരവും ദക്ഷയാഗവും. ദക്ഷോ വിരിഞ്ച തനയോധമനോസ്തനൂജാം ലബ്ധ്വാ പ്രസൂതിമിഹ ഷോഡശ ചാപകന്യാ ധർമ്മേ ത്രയോദശ ദദൗ പിതൃഷു സ്വധാം ച സ്വാഹാം ഹവിർഭുജി സതീം ഗിരിശേ ത്വദംശേം. മൂർത്തിർഹി ധർമ്മഗൃഹിണീ സുഷുവേ ഭവന്തം നാരായണം നരസഖം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിതാഃ കൃതതൂര്യഘോഷാഃ പുഷ്പോത്കരാൻ പ്രവവൃഷുർനുനുവുഃ സുരൗഘാഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപസ്സമരാഭിലവ്യൈ പര്യായ നിർമ്മിതതപസ്സമരൗ ഭവന്തൗ ശിഷ്ടൈകകങ്കടമമും ന്യഹതാം സലീലം അന്വാചരന്നുപദിശന്നപി മോക്ഷധർമ്മം ത്വം ഭ്രാതൃമാൻ ബദരികാശ്രമമധ്യവാൽസി. ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാ പരിവൃതം പ്രജിഘായമാരം കാമോ വസന്തമലയാനില ബന്ധുശാലീ കാന്താകടാക്ഷവിശിഖൈർവികസദ്വിലാസൈ വിദ്ധ്യന്മുഹുർമുഹുരകമ്പമുദീക്ഷ്യ ച ത്വാം ഭീതസ്ത്വയാഥ ജഗതേ മൃദുഹാസഭാജാം. ഭീത്യാലമംഗജവസന്തസുരാംഗനാവോ മന്മാനസം ത്വിഹജുഷധ്വമിതി ബ്രുവാണഃ ത്വം വിസ്മയേന പരിതഃ സ്തുവതാമഥൈഷാം പ്രാദർശയഃ സ്വപരിചാരകകാതരാക്ഷീഃ. സമ്മോഹനായ മിളിതാമദനാദയസ്തേ ത്വദ്ദാസികാ പരിമളൈഃ കില മോഹമാപുഃ ദത്താം ത്വയാ ച ജഗൃഹുസ്ത്രപയൈവ സർവസ്വർവാസി ഗർവശമനീം പുനരുർവശീം താം. ദൃഷ്ട്വോർവശീം തവ കഥാഞ്ജനിശമ്യ ശക്രഃ പര്യാകുലേ ജനിഭവന്മഹിമാവമർശാൽ ഏവം പ്രശാന്തരമണീയതരാവതാരാ ത്വത്തോധികോ വരദ കൃഷ്ണതനുസ്ത്വമേവ. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാത്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീൽ യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേ ച വൈരപിശുനേ സ്വസുതാം വ്യമാനീൽ. ക്രുദ്ധേശമർദിതമഖഃ സതു കൃത്തശീർഷോ ദേവപ്രസാദിതഹരാദഥലബ്ധജീവഃ ത്വത്പൂരിതക്രതുവരഃ പുനരാപശാന്തിം സ ത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 16-ാമത്തെ ദശകത്തിലും ഭഗവാൻ പറയിപ്പിച്ച ഓരോ വാക്കും ഭഗവാനെ അവിടുത്തെ പാദങ്ങളിൽ തന്നെ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ, സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടുകൂടി ഭഗവാനെ
സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഓം. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് ഈ ഒരു ദശകത്തിൻ്റെ ഫലപ്രാപ്തിയാണ്. ഈ ഒരു ദശകത്തിൽ നമ്മൾ നരനാരായണമൂർത്തിമാരുടെ അവതാരം പാരായണം ചെയ്യുന്നതിലൂടെ ആ ആത്മബോധം ഉണ്ടാകാനുള്ള ഒരു അനുഗ്രഹം, ആ ആത്മജ്ഞാനം നമ്മുടെ ഉള്ളിൽ തിരികൊളുത്താൻ നരനാരായണ മഹർഷിമാരുടെ അനുഗ്രഹം ഉണ്ടാവും. പിന്നെ ദക്ഷയജ്ഞത്തിൻ്റെ വായിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന ഫലസിദ്ധി എന്ന് പറയുന്നത് സൽകീർത്തി, ദീർഘായുസ്, അതേപോലെ തന്നെ പാപമോചനം. ഇവിടെ ദക്ഷൻ എന്തൊക്കെയായിരുന്നുവോ ഭഗവാൻ തൻ്റെ കാരുണ്യം കൊണ്ട് നൽകിയത്, ആദ്യം പാപത്തെയൊക്കെ ഇല്ലാതെയാക്കി ആ അഹങ്കാരം മൊത്തം അങ്ങോട്ട് ശമിപ്പിച്ചു. അതിനുശേഷമോ ഭഗവാൻ ദീർഘായുസ്സും നൽകി, ഒപ്പം സൽകീർത്തിയും നൽകി. അല്ലെ, വീണ്ടും പ്രജാപതിമാരുടെ അധിപതിയാക്കി വാഴിച്ചുകൊണ്ട് ഭഗവാൻ ആ ദക്ഷ പ്രജാപതിക്ക് സൽകീർത്തി ഉണ്ടാക്കി കൊടുത്തു. തന്നെയല്ല, ദീർഘായുഷ്മാൻ ഭവ എന്ന ഒരു അനുഗ്രഹം കൂടി ഭഗവാൻ കൊടുത്തു. ദീർഘായുസ്സോടുകൂടി അങ്ങനെ ജീവിക്കാനുള്ള ഒരു കാരുണ്യം, ഭഗവാന്റെ കാരുണ്യം. ഇതൊക്കെയാണ് ഈ ഒരു ദശകം, 16ാമത്തെ ദശകം വായിച്ചാലുള്ള ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് നമുക്ക് കിട്ടാവുന്ന ഒരു അനുഗ്രഹം. പറഞ്ഞതെല്ലാം ഭഗവാനെ അവിടുന്ന് പറയിപ്പിച്ചതാണ്. ഒന്നും ഈ ഉള്ളവളുടെ കഴിവല്ല, ഈ ഉള്ളവൾക്ക് അതിന് കഴിവുമില്ല എന്നറിയുന്നു ഭഗവാനെ. സർവം കൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.